പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ PG കോഴ്സുകളുടെ അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് MG യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 2/2024 ജൂലൈ 2 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പ്രവേശനം ഉറപ്പുവരുത്തേണ്ടതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നിങ്ങളുടെ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതുണ്ട്. ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ 1628 രൂപയും SC/ST വിദ്യാർത്ഥികൾ 50 രൂപയുമാണ് അടയ്ക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, അലോട്ട്മെന്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾ മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്യണം. മോഡ് ഓഫ് അഡ്മിഷൻ തരാൻ പെർമനന്റ് അഡ്മിഷനുണ്ട്, താൽക്കാലികമുണ്ട്. പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. താൽക്കാലിക അഡ്മിഷൻ എടുക്കാനുള്ള വിദ്യാർത്ഥികൾ ഏതാണോ നിങ്ങളുടെ മോഡ് എന്നുള്ളത് അതിൽ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിലും അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി ജൂലൈ 2 വൈകുന്നേരം 4 മണിക്ക് മുമ്പാണ്. 4 മണിക്ക് മുമ്പ് പ്രവേശനം നേടി കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള വിദ്യാർത്ഥികൾ മോഡ് ഓഫ് അഡ്മിഷനിൽ ടെമ്പററി സെലക്ട് ചെയ്ത് ജൂലൈ 2 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനം ഉറപ്പാക്കണം. താൽക്കാലിക പ്രവേശനം എടുക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും കോളേജിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒന്നാം അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം എടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും. ഇവർക്ക് രണ്ടാം അലോട്ട്മെന്റിൽ അതേ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് തന്നെയാണെങ്കിൽ ഇത്തരക്കാർ ഒന്നും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടി രണ്ടാം അലോട്ട്മെന്റിലും താൽക്കാലിക പ്രവേശനമാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ കോളേജ് മാറിയിട്ടുണ്ടെങ്കിലും അതിലും താൽക്കാലിക പ്രവേശനം എന്ന് ആക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്നാൽ സ്ഥിരപ്രവേശനം മറ്റു ഈ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനത്തിന് താല്പര്യമുണ്ടെങ്കിൽ മോഡ് ഓഫ് അഡ്മിഷനിൽ പെർമനന്റ് അഡ്മിഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പ്രവേശനം എടുത്തതിന് തെളിവായിട്ട് സൈറ്റിൽ നിന്നും കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് സ്റ്റുഡൻസ് പോർട്ടലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. പ്രവേശനം എടുക്കുന്നവർ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനം വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പാക്കണം. പ്രത്യേകിച്ച് താൽക്കാലിക പ്രവേശനം എടുക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച ശേഷം ജൂലൈ 2 വൈകുന്നേരം 4 മുമ്പായി കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനം പൂർത്തീകരിക്കാത്തവരുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതാണോ മോഡ് ഓഫ് അഡ്മിഷൻ അത് സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.